നമ്മൾ പോകുന്നത് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അതിനവർ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാലങ്ങളായിട്ട് പലരും ചെയ്തു വെച്ച കാര്യം. അതിലൊന്ന് കുടുംബത്തിൽ നിന്ന് മെല്ലെ ദീനിനെ എടുത്തു മാറ്റുക എന്നതാണ്. ഞാൻ ഇപ്പം കാരണന്മാരോട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ചില കാർക്കശ്യങ്ങൾ, ഞാൻ നിങ്ങളങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, അതുകൊണ്ട് പുതിയ തലമുറ ദീനിൽ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവാണ്. പുതിയ തലമുറ, എല്ലാ സംഘടനക്കാരും അറിയാലോ, ഞാനൊരു പ്രത്യേക സംഘടനക്കാരനല്ല, ഞാനൊരു സംഘടനയിലും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയാം. ഒരു സംഘടനയിലും ഇന്നവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ലീഡർഷിപ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് എന്നെ ഒരു സംഘടനക്കാരനായിട്ട് നിങ്ങൾ കാണരുത്. എല്ലാ സംഘടനയുടെ പരിപാടിക്കും ഞാൻ പോകാറുണ്ട് ആസ് എ സൈക്കോളജിസ്റ്റ്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് ആര് വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. കാരണം അവിടെ പോയിട്ട് തിരുത്തലാണ് നമ്മുടെ ജോലി, അവരോടൊരു കാര്യം പറയലാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സംഘടനയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മുസൽമാൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലെല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു, ആരെയും നമ്മൾ എതിർക്കാറില്ല, ആരോടും നമ്മൾ വിയോജിപ്പ് കാണിക്കാറുമില്ല, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഐക്യത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോ പണി തുടങ്ങി. ഒന്നാമത്തെ കാര്യം വിദ്യാർത്ഥികളോടാണ്. വിദ്യാർത്ഥികൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മുടെ പുത്തനത്താണയിലും ഈ കോട്ടക്കലിലും ഈ വളാഞ്ചേരിയിലുമൊക്കെ നമ്മുടെ പരിസരത്തുള്ള പല ടൗണുകളിലും ഡിങ്കോയിസത്തിന്റെ ക്ലബ്ബുകളുണ്ട്. എത്ര പേർക്കറിയാം അത്? എന്താ ഡിങ്കോയിസം? എന്താ ഡിങ്കോയിസം? ലാ ഇലാഹ ഇല്ലാ ഡിങ്ക എന്ന് പറയുന്നതിനാണ് ഡിങ്കോയിസം. അഥവാ ഞങ്ങൾ ഡിങ്കനെ ആരാധിക്കുന്നു എന്ന്. വളരെ ഫ്യൂ ആളുകളെ ഉള്ളൂ, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. കാരണം അതിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് ലിബറലായിട്ടുള്ള ചില തോട്ട്സ് കൊണ്ടല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്, ലിബറലായിട്ട്. കാരണം ഇന്നിപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഒരു കോളേജിൽ ലെക്ചറർ, വേറൊന്ന് ഒരു ഡോക്ടർ, പേരുകൾ പറയുന്നില്ല, അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളുടെ താളം തെറ്റലിനെ കുറിച്ചിട്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. മഞ്ചേരിയിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ഒന്ന് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ ലെക്ചറാണ്, ലേഡിയാണ്. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് 2 വർഷം മുമ്പ് ആക്സിഡന്റിൽ മരിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടുന്ന ഒരു കാലം. ഇത് വെറുതെ ഒരു പ്രഭാഷണമായി, ഒരു പ്രസംഗമായി നിങ്ങൾ കേൾക്കല്ലേ. നമ്മുടെ ഓരോ കുട്ടികളും ഇങ്ങനെ അബദാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിൽ ഒന്നാമതായി അവർ പ്രാക്ടീസ് ചെയ്തത് ഏതാണെന്നറിയോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമതായി പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയെങ്കിലും ലിബറലിസം കൊണ്ടുവരാൻ. എന്താ ലിബറലിസം? ലിബറലിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തോന്നിപ്പോകും സ്വതന്ത്രമായ ചിന്തയാണ് എന്ന്. എന്താണ് ഈ സ്വതന്ത്രമായ ചിന്ത? ഒരു ബൗണ്ടറി ഇല്ലാതെ ചിന്തിക്കുക എന്നതാണ്. അഥവാ മാതാവ് പിതാവ് എന്ന് പറയുന്ന, ഇന്നൊരു കുട്ടിയുടെ പോസ്റ്റർ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. കാരണം സ്വന്തം ജീവിക്കേണ്ടത് ഞാനാണ്, സഹിക്കേണ്ടത് ഞാനാണ്, പിന്നെ എന്തിനാണ് കുടുംബത്തെ അതിൽ പങ്കാളിയാക്കുന്നത്? ഒരു മുസ്ലിം കുട്ടി എഴുതിയൊരു പോസ്റ്റാണ്. എന്തിനാണ് വാപ്പയും ഉമ്മയും അതിലേക്ക് എരച്ചു കയറുന്നത്? ഈ ചോദ്യം നമുക്കിടയിൽ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അഥവാ മാതാവും പിതാവും എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്, അല്ലാതെ ഭയങ്കര ഇമോഷനൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ചോനാരി കുടുംബം അതിമനോഹരമായി ഇവിടെ കാരണന്മാർ ഒരുമിച്ച് കൂട്ടി ആദരിച്ച് പിതാവാരാണ് മാതാവാരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാ മാതാപിതാക്കളോടുള്ള വലിയ വലിയ ചിന്തകൾ കടന്നു പോവാണ്. എന്നിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതെവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ മൈക്കിലൂടെ പറയാൻ മടിയുണ്ട്. പക്ഷേ കാലം അവിടെ എത്തിയത് കൊണ്ട് മാത്രം പറഞ്ഞോട്ടെ, കാലം അവിടെ എത്തിയത് കൊണ്ട് പറഞ്ഞോട്ടെ. പ്രധാനപ്പെട്ട ഒരു ലിബറലിസ്റ്റിനോട് ചോദിക്കുകയാണ്, ഒരു എത്തീസ്റ്റിനോട് ചോദിക്കുകയാണ്, ഒരു മകന് മാതാവിനോട് മോശമായൊരു ചിന്ത തോന്നിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അങ്ങനത്തെ ചോദ്യമേ ചോദിക്കാൻ പാടില്ല. ഒരു മകന് തൻ്റെ സുന്ദരിയായ ഒരു ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ മാതാവിനോട് തോന്നിയാൽ എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതെന്തിനാ അവിടെ പ്രസംഗിക്കുന്നതെന്ന്. പക്ഷെ ആ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എത്തീസ്റ്റാണ്, എത്തീസ്റ്റിനോടാണ്. ആ ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, വ്യക്തിഹത്യയല്ല നമ്മുടെ ഉദ്ദേശ്യം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പ്രശ്നം എന്നാണ്. ഒരു മോന് മാതാവിനോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവർക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് അതേ വ്യക്തി ചോദിക്കുകയാണ് ഖുർആനിൽ എവിടെ നന്മ എന്ന്. ഇങ്ങനെ കുട്ടികൾ ഇവരുടെയൊക്കെ പിന്നാലെയാണ്. കാരണം ഇത്രമാത്രം എക്സ്ട്രീമിസത്തിലേക്ക് പോയി അവരുടെ വേറൊരു ലോകത്തെ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ അന്ധമായി ഇതിനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാളും പോകാതിരിക്കാനുള്ള സശ്രദ്ധയാണ്, വെറും ശ്രദ്ധ പോരാ, സശ്രദ്ധയാണ് നമ്മളിൽ നിന്ന് ആദ്യം ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഇന്നാള് കുറച്ച് കുട്ടികളെ ഞാൻ കൗൺസിലിംഗ് നടത്തി, മാസ് കൗൺസിലിംഗ് ആണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഘടനക്കാരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ആ കുട്ടികൾ അധിക പേരും പറഞ്ഞത്, അഥവാ ഉസ്താദുമാര് തമ്മിലുള്ള തല്ല് കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ബേക്കോട്ട് പോകുന്നത് എന്നാണ്. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരിക്കുക,
കുറ്റപ്പെടുത്തി സംസാരിക്കുക. ഈ സംസാരമാണ് ഞങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. കാരണം അവരങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവരവർക്ക് തോന്നുന്ന ആദർശങ്ങളെ പറയുക എന്നത് നിർബന്ധമാണ്. ആ ആദർശം പറയുമ്പോൾ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തുമെന്ന് തോന്നിപ്പോകുമെന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു. പക്ഷെ കുട്ടികൾ ഇങ്ങനെ കൂടി ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാപ്പ ഒരു മകൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ അവൻ നല്ല മസിൽമാനാണ്, നല്ല ഉഷാറായിട്ട് ജിമ്മൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, എന്താ നീ ജിമ്മൊക്കെ പോകുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ വെറുതെ തമാശ ചോദിച്ചോ. പറഞ്ഞു, വാപ്പ നന്നായിട്ട് അടിക്കും സാറേ. എന്നിട്ട് ഞാൻ അത്ഭുതത്തോടെ കൂടിയിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് അവ പറഞ്ഞു, വാപ്പനെപ്പോൾ തിരിച്ചടിക്കാനൊന്നും പറ്റൂലല്ലോ, പക്ഷെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒന്നും തടുക്കണ്ടേ, അതിനാണ്. അപ്പൊ കുട്ടികളിപ്പോൾ തടവാ തുടങ്ങിയത്, ഇനി ചിലപ്പം അതിൻ്റെ അപ്പുറത്തായിരിക്കും. അപ്പൊ കുട്ടികളുടെ ഓരോ രംഗത്തുള്ള രംഗപ്രവേശനം പോലും വ്യത്യസ്തമായ ഒരു ലക്ഷ്യമുണ്ട്. അവർക്കില്ലെങ്കിൽ പോലും മറ്റുള്ളവർ ആ ലക്ഷ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇഷ്ടം പോലെ ക്യാമ്പസുകൾ പോകുന്ന, കുടുംബസംഗമത്തേക്കാൾ ഞാൻ പോയിട്ടുണ്ടാകുക കോളേജുകളിലാണ്. കോളേജുകൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല നല്ല കുട്ടികൾ എഴുന്നേറ്റെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാ ഇങ്ങനെ, എന്തുകൊണ്ടാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്നോട് കേരളത്തിലെ പ്രമാദമായ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ക്യാമ്പസിൽ നിന്ന് ചോദിച്ചത്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് എന്താ തെളിവ് എന്നതാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മധ്യവയസ്കരായ ആളുകൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക്, ഉസ്താദുമാർക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, ഇതൊക്കെ ഇവിടെ സംസാരിക്കേണ്ടതുണ്ടോ? നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ്. കുട്ടികൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ സെർച്ച് എഞ്ചിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ChatGPT ചോദിച്ചു നോക്കൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേക ചാനലോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മുടെ പ്രഭാഷണം ആരൊക്കെയാണ് കേൾക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അൽഗോരിതം നോക്കിയാൽ കിട്ടും. അത് നോക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്നത് എന്ന് എനിക്ക് മൊബൈൽ നോക്കിയാൽ കേൾക്കാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർ, ഏത് ഏരിയയിലുള്ളവർ. എൻ്റെ പ്രസംഗം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മലപ്പുറം ജില്ലയിൽ തിരൂർ ഏരിയക്കാരാണ് എന്ന് എനിക്ക് എൻ്റെ മൊബൈൽ പറഞ്ഞു തരും. ഇത് ChatGPT കാലമാണ്. അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ കുട്ടികളുടെയും ചിന്താഗതികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ChatGPT പ്രൈമിലേക്ക് കയറിയാൽ നമുക്ക് മനസ്സിലാവും. ഞാനിതിന്നിവിടെ പറയാൻ കാരണം നമ്മളിതൊന്നും അറിയാതെ ജീവിച്ച് മുന്നോട്ട് പോവാണ്. കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്, എന്താണ് ഈ പറയുന്ന എലോൺ മാസ്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉദാഹരണത്തിന്. ഇതൊക്കെ എന്തിനാ അവിടെ പറഞ്ഞതെന്നല്ല, നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്. കാരണം ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഇനി നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന ഏതൊക്കെ ഫേഷ്യൽ ഉപയോഗിക്കണം, ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം എന്ന് ഇനി ഇറങ്ങാൻ പോണേ ഉള്ളൂ. കാരണം ആളുകളുടെ സെർച്ചിങ്ങിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി, അതിൻ്റെ അക്യുമുലേഷൻ മനസ്സിലാക്കി ഇന്ന പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് ഭീമന്മാർ ചിന്തിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും. ഇതാണ് അൽഗോരിതം. ആ അൽഗോരിതത്തിലൂടെ പോകുമ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ ഏതിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് കണക്കുകൾ നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോഴാണ് അവർ സെർച്ച് ചെയ്യുന്നതൊക്കെ വേറെ വേറെ ലോകങ്ങളാണ്. കുട്ടികളുടെ ഗെയിം നമ്മൾ എടുത്തിട്ടുണ്ടോ? കുട്ടികളുടെ കളികളുണ്ടല്ലോ, കുട്ടികൾ ഇങ്ങനെ മൊബൈലായിട്ട് ഇരിക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടാവും. ആ ഗെയിം ഏതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നറിയുമോ? ആ ഗെയിം നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഇപ്പൊ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്, ഉമ്മാർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫ്രീ ഫയർ കളിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു വരാം. നമ്മുടെ കുട്ടികൾ ഫ്രീ ഫയർ കളിച്ചാലുള്ള ഒരു പ്രശ്നം, കുട്ടികളുടെ മെന്റാലിറ്റി മാറും. എന്താ ഫ്രീ ഫയർ? വെടിവെച്ച് തകർത്ത് പോകലാണ്. കുട്ടികൾ കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടുന്ന് പീരങ്കി, ഇവിടുന്ന് വെടി, അവിടുന്ന് ടാങ്കർ പൊട്ടിത്തെറിക്കല്. ഈ മെന്റാലിറ്റി കൂടും. ആ മെന്റാലിറ്റി ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാകില്ല, എന്നാലും പറയാം. പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്, 4 ഭാഗങ്ങളാണ്. ഒരു മനുഷ്യനൊരാളെ കുറിച്ചിട്ട് ആദ്യം വരല് പെർസെപ്ഷനാണ്. എന്താ പെർസെപ്ഷൻ? ഒരു തോന്നലാണ്. ആ തോന്നൽ പിന്നെ ബിലീഫ് സിസ്റ്റം, ഒപ്പീനിയനോ, അഭിപ്രായമാകും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഇപ്പൊ എന്നോട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അയാളെ പറ്റി ആദ്യം ഒരു തോന്നലുണ്ടാകും, പിന്നെ അത് അഭിപ്രായമാകും, പിന്നെ അയാളെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ തന്നെ ഒരാളാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എൻ്റെ വിശ്വാസം അങ്ങനെയാകും. അത് പിന്നെ ആറ്റിറ്റ്യൂഡാണ്. എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനോഭാവം അയാളെക്കുറിച്ച് പിന്നെ അങ്ങനെയായിരിക്കും. ഒരു പുതിയാപ്പിളിനെ കുറിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചുക. ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ് ആവും. പിന്നെ ആ ഭർത്താവ് പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ട് ഗെയിമുകൾ ഒരുപാട് കളിച്ച് ഡിസ്ട്രക്റ്റീവ് ഗെയിം നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. ഉമ്മാരെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. അവർ കളിക്കുന്ന കളി ഏതാണെന്ന് ആദ്യം നമ്മൾ അറിയണം. ഡിസ്ട്രക്റ്റീവ് ഗെയിം കളിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലായി നെഗറ്റീവ് മൈൻഡിലേക്ക് എത്തുന്നത് എന്നും അവരാണ് കൂടുതലും തർക്കത്തിലേക്കും കുട്ടികൾ മാതാപിതാക്കളെ എതിർക്കുന്നതിലേക്കും എത്തിക്കുന്നത് എന്നതാണ് സൈക്കോളജിക്കൽ വ്യൂ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്നും കൂടി പറയാം. ഒരു കുട്ടി വെടിവെച്ച് ആൾക്കാരെ കൊന്നിങ്ങനെ പോകുമ്പോൾ ആ ആളുടെ മെന്റാലിറ്റി മാറും, അയാളുടെ മൈൻഡ് മാറും.
അപ്പൊ പിന്നെ ഒരാളെ അടിക്കുക തകർക്കുക എന്നത് പ്രശ്നമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ 17-18 വയസ്സുള്ള കുട്ടികൾ സ്കൂട്ടറും കൊണ്ട് റോട്ടിലൂടെ പോകുന്നത്? അത് കേവലം ഒരു പോക്കല്ല, ഗെയിമിലൂടെ പോകുന്നത് പോലെ പോവാണ്. അതുകൊണ്ട് എന്തായി, ആയിരക്കണക്കിന് കുട്ടികളാണ് ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ അവർ റോഡിൽ പൊലിഞ്ഞത്, അവരുടെ ജീവിതം. ഇനിയിപ്പോ അതാ പുതിയ റോഡ് വരാൻ പോവാണ്, ഏകദേശം വന്നു കഴിഞ്ഞു. ഇങ്ങോട്ടൊക്കെ 6 വരി പാതയിൽ കുട്ടികൾക്ക് നിയമം അറിയുമോ? നമ്മൾ വിചാരിച്ചത് എന്താ, ഏത് ട്രാക്കിലൂടെയും പോകാമെന്നാണ്. അല്ല, അതിന്റെ നിയമം എന്താണ്? ഞാൻ അതിന്റെ നിയമം പഠിപ്പിക്കാൻ വന്നതല്ല. ഇവിടെ അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. അഥവാ ട്രെയിലേഴ്സും ബൈക്കും പോകേണ്ടത് ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെയാണ്. അഥവാ ഏറ്റവും കുറഞ്ഞ വേഗതയുള്ള വാഹനങ്ങൾ അതിലൂടെ പോകണം. അവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതിലൂടെ പോകേണ്ടത്. ഏതിലൂടെ? രണ്ടാമത്തെ ട്രാക്കിലൂടെ. ആ ട്രാക്കിൽ നിന്ന് മൂന്നാമത്തെ ട്രാക്കിലേക്ക് മാറി ഓവർടേക്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ട്രാക്കിലേക്ക് തന്നെ വരണം. ഇതാർക്കറിയാം ഈ നിയമങ്ങൾ? നമ്മൾ മൂന്നാമത്തെ ട്രാക്കിൽ അങ്ങനെ സ്പീഡിൽ പോകും. അപ്പൊ അതിലും സ്പീഡിൽ വരുന്ന വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാൻ എവിടെ ട്രാക്ക്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾ ആ ട്രാക്കും പോകും, ഈ ട്രാക്കും പോകും. അതിൽ സ്പീഡിൽ വരുന്ന, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബെൻസും ഓടിയും എല്ലാ സ്പീഡിലുള്ള എല്ലാ വണ്ടി ഇറങ്ങിയ കാലാണ്. കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ട്, അറിയാലോ, ഒരുപാട് വണ്ടിയുള്ളവരുണ്ടാവും, 1 സെക്കൻഡ് കൊണ്ട് 100 സ്പീഡിലേക്ക് പോകുന്ന വാഹനമുണ്ട്, 3 സെക്കൻഡ് കൊണ്ട് 100 സ്പീഡിലേക്ക് പോകുന്ന വാഹനമുണ്ട്. ഇവരുടെ ബൈക്ക് ചിലപ്പോൾ 15 സെക്കൻഡ് ഒക്കെ എടുക്കും എന്താണ് ഈ 100-110ലേക്ക് കയറാൻ. അപ്പൊ ഈ ഒറ്റ സെക്കൻഡ് കൊണ്ട് 100 കവർ ചെയ്യുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ബൈക്കിന് ഇടിക്കുക എന്നുള്ള നിർബന്ധമാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ബൈക്ക് എന്ന് പറയുന്നത് മുമ്പിൽ അങ്ങനെ ഇങ്ങനെയും കാണുമ്പോൾ എത്ര കുട്ടികളാണ് നമ്മുടെ ജീവിതത്തിൽ പൊലിഞ്ഞു പോകുന്നത്. അതിൻ്റെ ഒരു പഠനം, കുട്ടികൾ ഗെയിം കളിച്ച് 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 അവരുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ചിലത് കടന്നു വരുന്നു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഈ ഗെയിം കളി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഉസ്താദുമാർ ക്ഷമിക്കണം കേട്ടോ, ഒരു നടൻ, അയാൾ വളരെ എത്തിക്സും വാല്യൂസ് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തിറങ്ങിയ ഫിലിം പോലും, ഞാൻ സിനിമ കാണാറില്ല, തിയേറ്ററിൽ പോകാറില്ല, പക്ഷേ അടുത്തിറങ്ങിയ സിനിമ പോലും ഈ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗെയിം കളിക്കുന്ന ആളുകളുടെ ചക്രവർത്തിയായിട്ടാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആൾ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം ഗെയിം കളിക്കുന്ന ആളുകൾ അത്രമാത്രം അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് അത് നമുക്ക് കാണിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗെയിം എന്ന് പറയുന്ന സാധനം പിന്നെ മെല്ലെ അവനെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും, അവന്റെ മെന്റാലിറ്റിയെ തകർക്കും. അതിനു വേണ്ടിയിട്ട് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള തകർക്കുന്ന ഗെയിം പോലും ഇറങ്ങി അത് നമ്മുടെ കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അത് നമ്മളെ കുട്ടികളെ കളിപ്പിക്കുന്ന കാലത്താണ്. കാരണം വെടിവെച്ച് പോകുമ്പോൾ അതിൻ്റെ എങ്ങാനും സ്ക്രീന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ നെറ്റ് കഴിഞ്ഞാൽ, ആ നെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഈ ആള് പോയിട്ട് എന്ത് ചെയ്യാണ്, ഉമ്മയോട് ചോദിക്കാണ്. ഉമ്മ പറയാണ് ഞാനിപ്പോൾ മൊബൈൽ തരൂല എന്ന്. ഉമ്മ എന്തോ കാരണത്താൽ മൊബൈൽ തരില്ലെന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? അതേ ഉമ്മയുടെ ചങ്കിലേക്ക് കത്തികൊണ്ട് ആഞ്ഞ് കുത്തുകയാണ്. ഈ കുത്താനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ഇത് മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നും കിട്ടിയതൊന്നുമല്ല, കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതല്ല. ഗെയിമിന്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാവിനെ പോലും പെട്ടെന്ന് കുത്തിമലർത്താനുള്ള ധൈര്യത്തിലേക്ക് ഈ കുട്ടി എത്തുന്നു എന്നതാണ് അതിന്റെ സൈക്കോളജി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് പറയുന്നത്, ഈ ചോനാരി കുടുംബത്തിലെ അംഗങ്ങളോട് പറയുന്നത്, നമ്മുടെ കുട്ടികൾ ഏത് ഗെയിം കളിക്കണമെന്ന് വരെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഗെയിം എന്തായാലും അവർ കളിക്കും, അത് കൺസ്ട്രക്റ്റീവ് നിർമ്മാണാത്മകമായ കളിയിലേക്ക് തിരിക്കുന്നത് മുതൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും പറയുന്നു, ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു പോവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഡെയിലി കേട്ട് എൻ്റെ മൊബൈൽ പോലും ചിലപ്പോൾ നമ്മൾ ഓഫാക്കുകയാണ്. മിക്കവാറും സൈക്കോളജിസ്റ്റുകളുടെ അവസ്ഥ ഇതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് കേട്ട് അവസാനം നമ്മുടെ മനസ്സ് പോലും മരവിച്ചു പോകുമോ എന്ന അവസ്ഥയിൽ നിന്നുമാണ്. ചോനാരി കുടുംബത്തിലെ ഒരു കുട്ടിയും അങ്ങനെ ആകില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും പറയുന്നു, വ്യസനത്തോടു കൂടി പറയുന്നു, ഓരോ കുട്ടികളുടെയും ഗെയിം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ബിൽ അംവാലി വൽ ഔലാദ് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അത് മനുഷ്യന്റെ ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ചിട്ടാണ്. ആദ്യം കളി തുടങ്ങും, പിന്നെ വിനോദത്തിലേക്ക് കയറും, പിന്നെ ഭംഗിയിലേക്ക് കയറും, അത് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം പോര് നടിക്കും, പരസ്പരം പെരുമ നടിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മത്സരത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് ഓരോ ഏജിലുമുള്ള കാര്യമാണ്. ഇതാ ഇവിടെ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കാൻ, അവർക്ക് പൈസ ഉണ്ടാക്കണം എന്ന് വലിയ മോഹമൊന്നും ഉണ്ടാവില്ല. അവർക്ക് കളിക്കണം, പീപ്പിളി ഊതണം, ബലൂണ് പൊട്ടിക്കണം, ഇതാണ് അവരുടെ കളി. പക്ഷേ ഇവിടെ 12, 13, 14 വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ചിലപ്പോൾ അമ്മാന്റെ മൊബൈൽ വാങ്ങിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കളിയല്ല, അത് ലഇബല്ല, അത് ലഹുവാണ്. ലഹുവ് എന്ന് പറഞ്ഞാൽ വിനോദമാണ്, അമ്യൂസ്മെന്റ് ആണ്. ആ കളിയിൽ നിന്നും പിന്നെ അപ്പുറത്തേക്ക് കടന്ന് ഭംഗിയിലേക്ക് കടക്കും. ബ്ലൂട്ടാത്തയോണമൊക്കെ തേച്ചിട്ട് മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട്
വേറൊരു ലെവലിലൂടെ ബൈക്കും ഓടിച്ച് സ്റ്റൈലനായിട്ട് അവൻ നടക്കാൻ തുടങ്ങും. ലൈബുൻ വലഹുവുൻ വസീനത്തുൻ, ഭംഗി പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും. പിന്നെയോ വതഫാഖുറും ബൈനക്കും, ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എനിക്കതുണ്ട്, എനിക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, എൻ്റെ മോൻ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെരുമ നടിക്കാൻ വേണ്ടി മനുഷ്യർ നടക്കും. പിന്നെയോ അവസാനത്തെ ഘട്ടം വതകാതുറും ബിൽ അംവാലി വൽ ഔലാദ്, സമ്പത്ത് അധികരിപ്പിച്ച് നിന്റെ അടുത്താണ് കൂടുതൽ സമ്പത്ത്, മലപ്പുറം ജില്ലയിൽ ഞാനാണ് ടോപ്പ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലേക്ക് മനുഷ്യൻ പോകും. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഹ്യൂമൻ സൈക്കോളജിയുടെ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, കുറച്ച് സമ്പത്തൊക്കായി എല്ലാമായി വലിയ വീടൊക്കെ വെച്ച് അവസാനം എന്നേക്കുമായി അസ്തമിച്ചു പോകും. പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് വൃത്തിയായി കൊണ്ടുപോകേണ്ടത്? അതിൻ്റെ പരിഹാരങ്ങൾ, ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എന്ത് വില കൊടുത്തും നമ്മുടെ മക്കളെ ദീനിലേക്ക് ആകർഷിപ്പിക്കണം. നമ്പർ 1 അതാണ്. എന്ത് വില കൊടുത്തും നിങ്ങൾ ബർത്ത്ഡേ പാർട്ടികൾ കഴിച്ച് വേറെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി, അതിലേക്ക് പോണോ പോണ്ടതൊക്കെ വേറെ ചർച്ചകളാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഇല്ലാത്തതിലേക്ക് പോയി അവസാനം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയോ? നമ്മൾ ആ എത്തി നിന്ന് അവസാനം കുട്ടികൾ ലൂസ് മൈൻഡഡായി മാറുന്നു. അഥവാ ഇത്രയൊക്കെ ഉള്ളൂ കാര്യമെന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികൾക്ക് ഹാക്ക് ചെയ്തിട്ട്, വളരെ ശ്രദ്ധിക്കണേ, ഉമ്മൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടും ഉപ്പൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടും അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് കുട്ടിക്ക് പിന്നെ പരസ്യമായി രഹസ്യങ്ങൾ ചെയ്യാനുള്ള തോതിലേക്ക് എത്തുന്നു. ഞാൻ പറഞ്ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നല്ല, ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പറയണം. ഈ അടുത്തിടെയുള്ളൊരു പ്രവണതയാണ്. നിങ്ങൾ എന്തിനാ മൈക്കിലോടത് പറഞ്ഞു എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മൻ്റെ ഫോൺ എടുക്കുന്നു, എന്നിട്ട് ഉമ്മയുടെ ഫോണിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു ഹായ് ഉണ്ടാകാം. ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അതൊക്കെ അവർ ഡിലീറ്റ് ആക്കിയിട്ടും ഉണ്ടാകാം. പക്ഷെ അതിനെ വീണ്ടും റിക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നു. നമ്മുടെ കുട്ടികൾ, നമ്മൾ 10 വർഷം മുമ്പേ വാട്സപ്പിൽ നിന്ന് എന്താണോ ഡിലീറ്റ് ചെയ്തത്, 13 വയസ്സുള്ള കുട്ടിക്ക് അത് റിക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവർക്ക് AI അറിയാം. അതുകൊണ്ട് വാപ്പയും ഉമ്മയും നല്ല രീതിയിൽ നടക്കുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. വാപ്പ രഹസ്യമായി എന്തെങ്കിലും മോശപ്രവൃത്തിയിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ കുട്ടികൾ അത് മൊബൈലിലൂടെ തിരിച്ചറിയും. അതുകൊണ്ട് വാപ്പയോടുള്ള അറ്റൻഷൻ എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും പറയാനല്ല, ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി വാപ്പക്ക് ചാറ്റ് ചെയ്യുന്നു, വേറെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് എന്തൊക്കെയോ ഇയാൾ മറുപടിയും കൊടുക്കുന്നു. അപ്പൊ ഇവനൊരു പ്രണയമുണ്ട്. ഞാനൊരു കൗൺസിലിംഗിൽ മനസ്സിലാക്കിയതാണ്. അവരൊരു പ്രണയമുണ്ട്. ആ പ്രണയം ഉണ്ടായത് കൊണ്ട് ആ പ്രണയം വാപ്പ എതിർക്കുന്ന പ്രണയവുമാണ്. അപ്പൊ വാപ്പനെ ട്രാപ്പിലാക്കിയിട്ട് എന്താക്കണം എന്നറിയോ? വാപ്പയെ ട്രാപ്പിലാക്കിയിട്ട് എന്താക്കണം എന്നാണ് അവർക്ക് ഈ പ്രണയം നടപ്പിലാക്കണം. എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിങ്ങിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ എന്തിനാ അങ്ങനെ വാപ്പനോട് ചെയ്തത്? പറഞ്ഞു, വാപ്പൻ അങ്ങനെ ട്രാപ്പിലാക്കിയാലേ എനിക്ക് എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റൂ. വാപ്പയെ ട്രാപ്പിലാക്കുന്ന മക്കളുടെ കാലം, ട്രാക്കിലാക്കുന്ന അവൻ പറഞ്ഞ വാക്കതാണ്, വാപ്പയെ ട്രാക്കിലാക്കുന്ന കാലമാണിത്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിലൂടെ കടന്നു പോകും. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, ഉമ്മമാരോട്, രഹസ്യമായ ഒരു കോഡും രഹസ്യമായ ഒരു ലോകവും നമ്മൾ സൃഷ്ടിക്കരുത്. അത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പച്ചവെള്ളം പോലെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതിനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കാം, പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു വെച്ചു പോകുന്നു, നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വെച്ചു പോകുന്നു. എത്രയോ കുട്ടികൾ ഉമ്മയുടെ ഉപ്പയുടെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വ്യതിചലനമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ പ്രാപ്തിയുള്ള AI ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികളുടെ കാലത്ത് വാപ്പക്ക് 5 കൊല്ലം മുമ്പ് എന്ത് രഹസ്യമുണ്ടായിരുന്നു എന്ന് ഈ 2025 ഇന്നത്തെ ദിവസം ഏപ്രിൽ 12-ാം തീയതി അവന് തിരിച്ചറിയും. 5 വർഷം മുമ്പ് നിങ്ങൾ ഡിലീറ്റ് ആക്കിയതിനെ ഇന്ന് കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് രഹസ്യമായൊരു ജീവിതമില്ലാതിരിക്കുക, മോശമായൊരു ജീവിതമില്ലാതിരിക്കുക. ആ ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ഇതൊക്കെ നിങ്ങൾ എന്തിനു പറയുന്നു എന്ന ചോദ്യത്തിന് നമ്മളാരും ട്രാപ്പിൽ കുടുങ്ങാതിരിക്കാൻ എന്നതാണ് എൻ്റെ മറുപടി. രണ്ടാമത്തത്, നമ്മുടെ കുട്ടികളെ ദീനീപരമായി മാറ്റുക എന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. ആ ദീനീപരമായ കാര്യം എന്താണ്? ഇവിടെ 5ാം ക്ലാസ് 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും മദ്രസയിൽ നിന്ന്. അതിനുശേഷം നമ്മൾ അവർക്ക് എന്താണ് കൊടുത്തത്? 5ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ, എന്നിട്ട് അവർ അഷ്ഹദത്തു സഫുൽ ഖാമിസ് എന്ന് പറയുന്ന ഒരൊറ്റ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടാകും. 5ാം ക്ലാസ്സിലെ സാക്ഷ്യപത്രം, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ +2 സ്ഥാനവിയയുടെ. എന്നിട്ട് ആ കുട്ടി അതോടുകൂടി നിർത്തുന്നു. 5ാം ക്ലാസ് കഴിയാൻ തന്നെ ആ കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. മദ്രസ 10ാം ക്ലാസ്സിൽ തീരുന്നു. ആ കുട്ടി പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ അവനില്ല.
പള്ളികളിലും മദ്രസകളിലും ഒരുപാട് പരിപാടി നടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലില്ല. പിന്നെന്താ സംഭവിക്കുക? അവനിങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലെ മദ്രസയിലെ ചില ഉസ്താദുമാരൊന്ന് അടിച്ചിട്ടുണ്ടാകാം, ഒന്നും ഉപദേശിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറത്തെ സ്വാതന്ത്ര്യപരമായ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവനെ പിന്നെ ഇതിനൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടും വളരെ സൗമ്യമായി നല്ല രീതിയിൽ മഹല്ല് പ്രവർത്തിക്കുന്ന കുടുംബത്തോട് ഞാൻ പറയാണ്, നമ്മുടെ കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ക്ലാസ്സുകൾ കൊടുക്കണം. ഇന്റലക്ച്വൽ ക്ലാസ്സുകൾ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? അഥവാ നന്നായിട്ട് +2-നും ഡിഗ്രിക്കും PG-ക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് IIT-യിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ദീനി കുട്ടികളുണ്ട്, അവിടെ റിസർച്ച് ക്ലാസ്സുകൾ കൊടുക്കണം. ഉസ്താദുമാർ കൂടെ ഉണ്ടാകട്ടെ. ഖുർആൻ അവർ വിശദീകരിക്കുമ്പോൾ ഖുർആന്റെ സയൻസിനെ കുറിച്ചിട്ട് IIT-യിൽ നിന്ന് PhD കഴിഞ്ഞവൻ വിശദീകരിക്കട്ടെ. ഇത് രണ്ടും എതിരല്ല, ഒന്നിച്ച് ആളുകളുടെ ഉള്ളിലേക്ക് കയറണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രണ്ടെണ്ണമില്ല. കാരണം നമ്മൾ പഠിക്കുന്നതെല്ലാം ഭൗതികമായാലും ആത്മീയമായാലും അതെല്ലാം അള്ളാഹുവിലേക്ക് ചേരേണ്ടതാണ്. അങ്ങനെ നമ്മൾ അതിനെ പഠിക്കാവൂ എന്ന്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആനികമായ ക്ലാസ് ഉള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. അത് ഏത് സംഘടനക്കാരായാലും അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മഹല്ലിൽ അഥവാ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് നടപ്പിലാക്കണം. ഉസ്താദുമാരിൽ പല ആൾക്കാരും ഫ്രീ ആണ്. അഥവാ 9:30-10 മണി കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റപ്പുകൾ ഉണ്ടാക്കാം. കുട്ടികൾക്ക് എപ്പോഴും ദീനീപരമായ ഒരു സർക്കിളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകൽ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലാണ്. ആ അന്തരീക്ഷം ഏതാണ്? അതൊന്ന് ദീനിനെ ബേസ് ചെയ്ത അന്തരീക്ഷമായിരിക്കണം. ഉമ്മയോട് ഉപ്പയോട് നല്ല രസകരമായ ഒരു ബന്ധം അവൻ ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ മോശമായ ബന്ധമല്ല. അതിന് പകരം ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കണ്ട് പരസ്പരം അവരുടെ ഐക്യം കണ്ട് നമ്മുടെ കുട്ടികളും ആ ഐക്യത്തിലേക്ക് കടന്നു വരണം. ഇന്നത്തെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? കാരണം വിശുദ്ധ ഖുർആനിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കാൻ പറയുന്നു. ആ പ്രണയം മവദ്ദത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം പ്രണയം എന്നാണ്, പരസ്പരം ഇഷ്ടമെന്നാണ്. വറഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ്. മവദ്ദത്തും വറഹ്മ എന്നാണ് നിക്കാഹിനെ കുറിച്ച് പറയുന്ന സമയത്ത്, കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. എന്താ മവദ്ദത്ത്? നമ്മുടെ കുടുംബത്തിൽ അത് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ഭർത്താക്കന്മാർ കടന്നു വരുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഭാര്യമാരുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത സലാം. എന്താ കുട്ടികളുടെ മുമ്പൊന്ന് ഉമ്മാക്ക് കൈയൊക്കെ കൊടുക്കാം, അതെങ്കിലും നടക്കുന്നുണ്ടോ? ഉപ്പ കയറി വരികയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഭാര്യയായ ഉമ്മക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തൂടെ? കൈ കൊടുക്കുക എന്ന ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് സെക്സ്. അതുമായി ബന്ധപ്പെട്ടതല്ലോ, ഒരു മനുഷ്യന്റെ ബന്ധത്തിന്റെ പേരിലല്ലേ. എപ്പോഴെങ്കിലും വാപ്പ കയറി വരുമ്പോ ഉമ്മ ഒന്ന് കൈയൊടുക്കുന്നുണ്ടോ? മക്കൾ കൈയൊടുക്കുന്നുണ്ടോ? ഈ പാവം ഏത് വ്യഥയിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? പക്ഷേ ഈ കടന്നു വരുന്ന വാപ്പക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ സ്ത്രീകളോട് പറയുന്നു. ഞാനൊരാണായതുകൊണ്ട് പറയല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്, ഒരുപാട് പ്രയാസമേറിയിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ 3000, 5000, 8000, 10000 ഒക്കെ സ്ക്വയർ ഫീറ്റായി മാറുന്നത് വേറെ കാര്യം. ആ സ്ക്വയർ ഫീറ്റ് വീട് പിന്നീടൊന്ന് എത്തി നോക്കുന്ന സമയത്ത് ഡേർട്ടിയായി കിടക്കുന്ന അവസ്ഥയിൽ എത്ര ആളുകളാണ് ചിലപ്പോൾ പിരിയലിന്റെ വക്കിൽ വരെ വരുന്നത്? ഈ കുടുംബത്തിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ കാര്യമാണ് അവന്റെ വീട് എന്ന് പറഞ്ഞത്. കാരണം അവന്റെ ഒരുപാട് കാലത്ത് അധ്വാനത്തിന്റെ ഫലമാണ് വീട്. കേവലം ഒരു വീടല്ല. നമുക്കൊരു പക്ഷേ അതൊരു കേവലം വീടായിട്ട് തോന്നും. ഈ വീടിന്റെ സ്വപ്നം, ഞാനൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞങ്ങള് തിരൂരില് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കാരത്തൂരിലുള്ളൊരു വീട് നോക്കുമായിരുന്നു. അവിടെ രസകരമായിട്ടൊരു ചെറിയ വീടുണ്ട്, നല്ല ഡിസൈനിലല്ലേ. അന്നെൻ്റെ മനസ്സിലുണ്ട് അങ്ങനത്തെ ഒരു വീട് വെക്കണം എന്നുള്ളത്. ഏത് വയസ്സിൽ? ഞാൻ പറഞ്ഞത് 13-14 വയസ്സിൻ്റെ കാര്യമാണ്. പുരുഷന്മാർക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും, ഒരു വീട് വെക്കണം, ആ വീട്ടിൽ എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി കഴിയണം. അത് ഒരു വർഷത്തെ പണിയല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പെയുള്ള സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ പരിണിത ഫലമായി ഒരു പറമ്പ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കിട്ടിയ പറമ്പിൽ ഒരു വീട് വെക്കുന്നു. ആ വീട് ഡേർട്ടിയായി കിടക്കുന്ന, ചള്ളി പിടിച്ച് കിടക്കുന്നത് പോലെ കിടക്കുന്ന അവൻ്റെ ഹൃദയത്തിന് ഇന്നലകളിലേക്കുള്ള സഞ്ചാരമായി മാറുന്നു. ഒരുപാട് നാളുകളിലേക്ക് പിന്നാമ്പുറത്തേക്ക് പോകുന്നു. അതിൽ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചില രീതിയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ടായി പറയാമെന്ന് വിചാരിക്കരുത്. ഹൈലി ഇന്റലക്ച്വലായ ആളുകൾ, സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഒരുപാട് ഇങ്ങനെ റിസർച്ച് ചെയ്ത് ടെക്കിയായി പോകുന്ന ആൾക്കാരുടെ റൂമുകൾ ചിലപ്പോൾ നല്ല ഡിസൈനായി കിടക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഡിസൈനിൽ കിടക്കൂല. കാരണം ചിലപ്പോൾ പുതപ്പ അവിടെ ഉണ്ടാവും, തലയണ അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. കാരണം ഇവൻ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുമായിരിക്കും. അങ്ങനെ കുറെ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ?
നല്ല ബുദ്ധിശക്തി ഉണ്ടാവും. പക്ഷെ അവൻ്റെ റൂമിൽ കണ്ട് ചെന്നാൽ ഇങ്ങനെ ഏതോ ഒരു ഹിരോഷിമയിൽ ബോംബ് പൊട്ടിയ മയിലുണ്ടാവും. എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. ചില കുട്ടികൾ അങ്ങനെയാണ്. കാരണം അവർ വിഷ്വൽ ആകണമെന്നില്ല. വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്കോളജി ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം സൈക്കോളജിയുടെ ഭാഷ പറഞ്ഞെങ്കിലും കുടുംബ ക്ലാസ് ആയിട്ട് എടുത്താൽ മതി. വിഷ്വൽ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ല രസകരമായ കാഴ്ചകളിലൂടെ കടന്നു പോകും. അപ്പം നല്ലൊരു പ്രഭാഷണം നടത്തുമ്പോൾ അവൻ കാഴ്ചയിലൂടെ കടന്നു പോകണമെന്നാണ്. അപ്പം അവന് വാക്കുകൾക്ക് ഒരിക്കലും പതർച്ചയുണ്ടാകില്ല. വാക്കുകൾ തേടിയിട്ട് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ തെറ്റിപ്പോയെന്നിരിക്കാം. നേരെമറിച്ചിട്ട് രംഗങ്ങൾ കണ്ടുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വാക്കുകൾക്ക് പഞ്ഞമുണ്ടാകില്ല. കാരണം എന്താണെന്നറിയോ? അവൻ കാണുന്നത് രംഗങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആലയുടെ സഞ്ചാരങ്ങൾ പറയുമ്പോൾ, ആ സഞ്ചാരങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്ക് പ്രയാസമുണ്ടാകില്ല. അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് റൂം എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പം ഉണ്ടാവും. അതിനനുസരിച്ച് അടുക്കി നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ ചിലർ കാണാൻ അടുക്കി വെക്കണം, ചിലർ കാണാൻ ആകെ ഡിസോർഡർ ആക്കണം. ചിലപ്പോൾ കാണാൻ പെൺകുട്ടികൾ ചിലപ്പം 12 മണി വരെ കിടന്നുറങ്ങണം. ഇതൊക്കെ ഒരു പ്രകൃതമാണ്. വെക്കേഷൻ ഒന്നും ആവണ്ട. സുബഹി തന്നെ നിസ്കരിക്കൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവൂല കേട്ടോ. 6:45 വാച്ചിക്ക് നോക്കലാണ്. സൂര്യന്മക്ക് നോക്കൂല, സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. ആ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്ത് കൊണ്ടുവരരുത്. ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മമാരെ. എന്താ ഇമ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിച്ചെലുത്തിയിട്ട് എണീക്കട നിസ്കരിക്കട എന്ന് പറഞ്ഞ് അടിച്ച് അവൻ്റെ മേത്ത് പോയിട്ട് വെള്ളമൊഴിച്ച് അത് വെറുപ്പുണ്ടാക്കാനേ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അവൻ്റെ ഉള്ളിൽ നിന്നത് ഉണ്ടാക്കാനുള്ള പണികളാണ്. ഉള്ളിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിനെ വിളിക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ നല്ല ഉപദേശകരായ ഉസ്താദുമാരെ വിളിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകാം. ആ ഒരു രീതിയിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം, രാവിലെ ഞാൻ എഴുന്നേൽക്കണം, സുബഹി നിസ്കരിക്കണമെന്ന്. രാവിലെ എനിക്ക് എഴുന്നേൽക്കണം, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം. ആ ഉള്ളിൽ നിന്ന് തോന്നുമ്പോഴാണ് അവിടെ എവിടെയെങ്കിലും എത്തുക. അല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് കുത്തിച്ചെലുത്തിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ഹാബിറ്റ് വരും, വളരെ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഡൈവേഴ്സിന്റെ അഥവാ കുട്ടികളെ ഒഴിവാക്കുന്നതിന്റെ എണ്ണം വളരെ കൂടി വരികയാണ്. അതിൽ ഒരു റീസൺ എന്താണെന്നറിയോ? ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാൽ നിങ്ങൾ മോശമായിട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നുമല്ല. നേരം വെളുത്താൽ എണീക്കൂല കുട്ടികൾ, വസ്ത്രം നല്ല പോലെ കഴുകൂല കുട്ടികൾ, കുളിക്കാൻ പറഞ്ഞ് കണ്ട് കയറി കഴിഞ്ഞാൽ തല പോലും നനക്കാതെ കണ്ട് ഇറങ്ങുന്ന കുട്ടികൾ. ഇതിങ്ങനെ 10,000-കണക്കിന് കുട്ടികൾ ഏറി വരുന്നു എന്നാണ് ഒരു ഡിസോർഡർ ഈസ് മൈ ഓർഡർ എന്നതാണ്. ആ ഓർഡർ ഇല്ലാതെ നടക്കലാണ് എൻ്റെ ഓർഡർ. അതാണ് പെൺകുട്ടികളുടെ അവസ്ഥ. ഈ അവസ്ഥ കണ്ട് അവരെ ഒഴിവാക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരു കുട്ടിയാകുമ്പോൾ ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ഇതൊരു ഗൗരവത്തിൽ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോലെയുള്ളവരോട് ഞാൻ പറയാം. കാരണം സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോണത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ കുട്ടികളുടെ ഡിസോർഡർ ഉണ്ടല്ലോ, അത് അവരുടെ ജീവിതത്തെ തകർക്കുന്നു. കാരണം ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാവിലെ 8 മണി 9 മണി വരെ കിടന്നുറങ്ങുന്നവരെ കുട്ടിയെ കണ്ട് അവസാനം അത് തീരുമാനിക്കാൻ വേണ്ടി മഹലിലേക്ക് വരുന്നു. അങ്ങനത്തെ കുട്ടികളെ ഒരാൾക്കും ഇഷ്ടമല്ല. ഭക്ഷണം വീട്ടിലുണ്ടാക്കി ശീലല്ലേ പെൺകുട്ടികൾ? ഭക്ഷണം വീട്ടിൽ, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഭക്ഷണം ഏതാണെന്നറിയോ? ഞാനിത് ആ മൈക്കിലൂടെ പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് അവൾ കേൾക്കൂല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഉറക്കെ പറയാൻ പറ്റും, ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരും. അതെല്ലാം ആണുങ്ങളുടെ അവസ്ഥ തന്നെയാണ്.